ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ മാസീവ് റാലിക്ക് ശേഷം ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കട്ട് ചെയ്തിരിക്കുകയാണ്. 0.25% കട്ട് ചെയ്ത് 3.5% കൊണ്ടുവന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ടെക്നോളജി റാലി വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒറാക്കിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒറാക്കിൾ പറയുന്നത് 2029 ആകുമ്പോഴേക്കും മാസീവ് റവന്യൂ ഇൻക്രീസ് ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആഫ്റ്റർ അവേഴ്സ് ട്രേഡിങ്ങിലും ഒറാക്കിൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകളും ചൈനീസ് മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു, നിഫ്റ്റിയും സെൻസെക്സും. അതോടൊപ്പം തന്നെ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ഇന്നലെ എല്ലാ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ വീണ്ടും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $2596.3 പെർ ഔൺസ് ആണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ്. സ്പോട്ട് ഗോൾഡ് $2568.3 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ് ഗോൾഡിനെ കുറിച്ചും വരുന്നത്. ഒപ്പം സെൻട്രൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഫ്ലോ ചെയ്യാൻ പോകുന്നത് ഗോൾഡിലേക്കാണ്. അത് കഴിഞ്ഞാൽ എമർജിംഗ് മാർക്കറ്റുകളിലേക്കാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ് നമ്മൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിലും കണ്ടിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഫ്ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2024 എൻഡോട് കൂടിയിട്ട് $2650-2700 പെർ ഔൺസിലേക്ക് ഗോൾഡ് ഉയരാനുള്ള ചാൻസസ് ആണ്. ഒപ്പം കോപ്പർ അതുപോലെ തന്നെ സിൽവർ മറ്റ് കമ്മോഡിറ്റികളും റാലി ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇനി ഇന്ത്യയിൽ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. LIC IRCTCയിൽ അവരെ സ്റ്റേക്ക് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്, 9.3% ആക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യെസ് ബാങ്ക് സ്റ്റേക്ക് സെയിൽ ഇമ്മീഡിയറ്റ് ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. RBI ഫോറിൻ പ്രൊമോട്ടറായിട്ട് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എടുക്കുന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അത് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഡിലേ ആയേക്കാം. HILന് മഹാരത്ന സ്റ്റാറ്റസ് കിട്ടാൻ പോവുകയാണ്. ഇപ്പം നവരത്ന സ്റ്റാറ്റസാണ്. മഹാരത്ന സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ 5000 കോടി രൂപ വരെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. HILനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. എൻജിനീയേഴ്സ് ഇന്ത്യ വലിയ ഓർഡർ ഇൻഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻജിനീയേഴ്സ് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ PSU ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ വളരെ ലോ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ലോവർ പിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻജിനീയേഴ്സ് ഇന്ത്യ. കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അപ്പോൾ വീണ്ടും എൻജിനീയേഴ്സ് ഇന്ത്യ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. നസാര ടെക്നോളജി സ്കിൽ ഗെയിമിംഗ് കമ്പനികളിലും സ്റ്റേക്ക് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു നസാര ഒരു ഇൻക്യുബേറ്ററായിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്, ഇൻഫോ എഡ്ജിനെ പോലെ നൗക്രിയെ പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ് നസാര ടെക്നോളജീസ്. പുറവങ്കര ലക്ഷറി റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലേക്കും കൂടി കടക്കുകയാണ്. മുംബൈ എൻട്രി വളരെ പോസിറ്റീവാണ്. കമ്പാരിറ്റീവ്ലി പുറവങ്കരയും റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ ലോവർ പിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് KEC ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ കൽപ്പത്തരു പ്രൊജക്ട്സൊക്കെ. KEC ഇൻ്റർനാഷണൽ അണ്ടറിൽ പവർ കേബിൾ കമ്പനികളും ഉണ്ടാക്കുന്ന കമ്പനികളും ഉണ്ട്, RPG കേബിൾസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. സനോഫി ഹെൽത്ത് കെയർ ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. സനോഫി ഇന്ത്യയുടെ ഒരു ഡീമർജറിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള സ്റ്റോക്കുകളായിരുന്നു. 1:1 ആയിരുന്നു ഡീമർജർ റേഷ്യോ. ഇന്ന് ലിസ്റ്റിംഗ് വരികയാണ്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇപ്പോഴുള്ളത്. കാരണം നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു അടുത്ത ആഴ്ചയിൽ അഡ്വാൻസ് ടാക്സ് ഫിഗറുകൾ വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ക്വാർട്ടർ എൻഡ് ചെയ്യാണ് സെപ്റ്റംബർ 30. അപ്പോൾ ക്വാർട്ടർ 2 റിസൾട്ട് എക്സ്പെക്റ്റേഷനും മാർക്കറ്റിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒരു അബറേഷൻ വരാൻ പോകുന്ന ഒരു പക്ഷേ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗേഴ്സിനാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ സെയിൽസ് വളരെ താന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലൊക്കെ
ചൈനയിലും അത്തരത്തിലുള്ളൊരു ട്രെൻഡ് തന്നെയാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്മോൾ കാറുകളൊക്കെ വളരെ ഇൻവെൻട്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. റീറ്റെയിലേഴ്സൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന SUV സെഗ്മെൻറ്റ് മുതലുള്ള വെഹിക്കിൾസാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈലിലൊരു സെലക്റ്റീവ് ആയിട്ടുള്ള അപ്പ് മൂവ് മാത്രമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും വലിയ രീതിയിൽ ബൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റും വീണ്ടും കൂടാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം പുതിയ IPOs ധാരാളം വരുന്നുണ്ട്. IPOs ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുള്ള IPOസിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ വരാനുണ്ട്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് തീർച്ചയായിട്ടും നമ്മുടെ കല്യാൺ ജുവല്ലേഴ്സ് പോലുള്ള ഓഹരികൾക്ക് പോസിറ്റീവ് തന്നെയാണ്. നമ്മളായിരുന്നു ഒരുപക്ഷെ ഏറ്റവും മുമ്പ് കല്യാണിന് ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ അവരുടെ ടാർഗറ്റ് പ്രൈസ് 810, 800 ലെവലിലേക്കൊക്കെ ഉയർത്തിയിട്ടുണ്ട്. നമ്മളും ടൈറ്റനിൽ ലോങ് ടൈമിൽ നമ്മുടെ പ്രൈസ് ടാർഗറ്റിന് റിവൈസ് ചെയ്യാൻ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നല്ല വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കാണാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നൊരു ഡിസിഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒപ്പം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ട്രെൻഡുകളും അതുപോലെ തന്നെ മാർക്കറ്റിലെ ലേണിംഗ് പ്രോസസ്സൊക്കെ ഇൻക്രീസ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി സെപ്റ്റംബർ 28 ഈ മാസം സെപ്റ്റംബർ 28 തൃശ്ശൂർ വെച്ചിട്ട് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഫുൾ ഡേ പ്രോഗ്രാം ഷെയർ വെൽത്ത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. NISM ഫാക്കൽറ്റിയാണ് ഇതിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, എങ്ങനെയാണ് ചാർട്ട് റീഡിങ്, ക്യാൻഡിൽ സ്റ്റിക്ക് റീഡിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ റിസർച്ച് ടീമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.